ഗായ്സ്, ഇതാണ് നമ്മുടെ അപ്പച്ചൻ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു തുണി അയക്കുന്ന അങ്കിള് വന്ന് പിന്നെ പോയല്ലേ, ഇവിടെ ഫുള്ള് ചെതല് പിടിച്ച് നിൽക്കുമായിരുന്നു. ആ വീടിന് മുൻഭാഗം ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ ഇതൊക്കെ ഇച്ചിരി രസമാണ്. പക്ഷേ ഈ വീട് ഇപ്പോൾ 50 വർഷമായി ഈ വീട് വന്നിട്ട്. മറ്റേ അങ്കിളൊക്കെ പോയി വന്നിട്ട് പിന്നെ പോയിട്ട് ഫാനൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ഫാൻ ഞങ്ങളുടെയാ. പിന്നെ ഇവിടെ ഒരു ബെൽറ്റും ഇരിപ്പുണ്ട്, ബെൽറ്റ് കഥ അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഇവിടെ അടുക്കളയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരടുക്കളയേ ഉള്ളു ഗായ്സ്. ആൻഡ് ഇങ്ങനായിരുന്നു അടുക്കള, ആൻഡ് ഇങ്ങനെയൊക്കെയാണ് അടുക്കള ഗായ്സ്. അപ്പം നമുക്ക് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ കണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട്, നമുക്ക് വേണ്ടേ. ഇതാണ് എൻ്റെ അപ്പച്ചൻ. ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് എൻ്റെ അപ്പച്ചൻ. ഇവിടെ മറ്റേ ചെതലിന് ഇങ്ങനെ കൂടുണ്ടാക്കുവാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഡീസൽ ഒഴിക്കാൻ ഡീസൽ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ എല്ലായിടത്തും ഇത് ഓണാക്കിയിട്ടേക്കുന്നു, ലൈറ്റ്, ഫാന് അങ്ങനെല്ലാം ഉണ്ട്. പക്ഷേ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 50 വർഷം നിൽക്കുന്നേ. അതാ ഞാനും ഇങ്ങനെ നെട്ടിപ്പോയി. 50 വർഷവും ഞാൻ തപ്പച്ചും കള്ളം പറയുന്നതാക്കി. ഇവിടെ ഒരു അങ്കിളുണ്ട്, അങ്കിളിനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടെ 50 60 വർഷം വരെ നിന്നേന്ന്. അപ്പം ഞാൻ നെട്ടി ഇപ്പം തല കളഞ്ഞു വീഴേണ്ടായിരുന്നു. അപ്പം പിന്നെ അപ്പച്ചൻ എങ്ങാണ്ട് പണ്ടൊന്ന് കയറിയപ്പോൾ പണ്ടെങ്ങാണ്ട് ഓടിട്ടാൻ കയറിയപ്പോൾ പൊട്ടിയതാണ് ഗൈസ്. ഇവിടുന്ന് കണ്ടോ വെള്ളമൊക്കെ ചോർന്നും പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടൊക്കെ കാണിക്കും. ഇവിടെയൊക്കെയാണ്. പക്ഷേ ഈ ഫാൻ കണ്ടോ, ഞാൻ ഇച്ചിരി കൂടെ വലുതായ ഈ ഫാൻ എൻ്റെ തലയെ മുട്ടും. ഇവിടുത്തെ അപ്പച്ചൻ്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെയാണ്. ഇവിടെ അങ്കിളുണ്ട്, പക്ഷേ അങ്കിളിപ്പം നമ്മുടെ ഈ നാട്ടിലല്ല, ഇംഗ്ലണ്ടിലാണ്. ഇപ്പം UK ഇപ്പം അപ്പച്ച ഇവിടെ നിന്ന് തൂക്കായിരുന്നു. മുമ്പേ ഞാൻ ഇവിടെയൊക്കെ ഇരുന്ന് തൂക്കൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ മഴയത്തായിരുന്നു വന്നത്. ഞങ്ങളിപ്പം വെയിലായപ്പോൾ ഇതൊക്കെ ആയി കേട്ടോ. മറ്റേ കിണറിൻ്റെ മേളിൽ കയറുമോ? അങ്ങനെ കിണറിൻ്റെ മേളിൽ കയറാൻ അപ്പച്ചൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പച്ചമ്മ എന്ത് രസമല്ലേ ചെതലാണ്. ഇതൊക്കെ വിറ്റ് വെച്ചേക്കുവാ. ഒരു കൂട്ടം പെട്രോള് അങ്ങനെ എല്ലാം വെച്ചേക്കുവാണ് ഗായ്സ്. എല്ലാം ഇവിടെ ഇലക്ട്രിസിറ്റി ഫുൾ ഇതാണ്. വണ്ടിയാൽ കൂടിയല്ല, കുളഞ്ഞു കിടക്കുവാണ്. വെച്ചാൽ ഇച്ചിരി കുളഞ്ഞായിട്ട് കിടക്കുന്നത്. ആദ്യം ഇച്ചിരി കൂടുതൽ, പിന്നെ ഒന്നും കൂടെ വന്ന് നോക്കി ഇവിടെ കിടക്കേണ്ട ഗൈസ്. ഞാൻ ഇത്ര നേരമായപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ ഇറങ്ങുമ്പോഴാണ് ഇപ്പം മഴ പെയ്യുന്നത് ഗൈസ്. ഇതെന്തുവാണ്? ഇതൊക്കെ അപ്പച്ചന് വിളകളൊക്കെയാണ് കണ്ടോ. തോടല്ല, പക്ഷെ ശരിക്കും പറഞ്ഞാൽ മരവെള്ളം ഇങ്ങനൊരു തോടായതാ. കമ്പി നാരങ്ങയുടെ ഒരു മരവും അങ്ങനെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഈ വീട് കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ഞാൻ കാണിക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ വീടാണ് ചുറ്റി കാണിക്കാം. ഇങ്ങനെ ആ വീട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ ആ വീട് കണ്ടോ. ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറാണ് അങ്ങനെ പട്ടി ചാടി മരിച്ചു പോയി. അപ്പോൾ ഇവിടെ വേറെ ഒരു ടാങ്ക് വെച്ച് ഇതാണ് ആ ടാങ്ക്. പിന്നെ ഇവിടെ ഒരു പണ്ടത്തെ ബാത്റൂം. പിന്നെ ഇവിടെ ഉണ്ട് ഇത് പണ്ടത്തെ ആയിരുന്നു. ഇവിടെ ആരും കയറത്തില്ല. അതിന് പകരത്ത് അവിടെ ആയിട്ടും ഒരു ബാത്റൂം ഉണ്ട്. കാണാമോ നിങ്ങൾക്ക് ഗായ്സ്? കാണാമെങ്കിൽ പറയൂ. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാം. കണ്ടോ ഗായ്സ്, അവിടെ ബാത്റൂം. അതാണ് ബാത്റൂം. പിന്നെ നമുക്ക് അടുക്കള ഭാഗമുണ്ട്.
പിന്നെ നമ്മൾ ഈ ബാത്റൂം ഒന്ന് തുറന്ന് കാണിക്കാം. മറ്റേ നമ്മൾ കണ്ടതൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കും. ഇവിടുത്തെ ലോക്കിന് വരെ നേണ്ട ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ തുറന്നിട്ട് ഉണ്ടോ, ഇതാണ് ബാത്റൂമിൻ്റെ ആഘോഷം. കണ്ടോ ഗൈസ്, ഇതാണ് ബാത്റൂമിൻ്റെ ആഘോഷം. ഇവിടെ ആരും കയറത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കണം കേട്ടോ. എന്താ പോട്ടെ, അപ്പം ഒരു തേനീറ്റുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുക. എനിക്ക് തേനീറ്റനെ കുത്തുന്ന ഭയങ്കര പേടിയോ. എനിക്ക് ഈ നെഞ്ചത്തായിട്ടും കാലത്തായിട്ടും എന്തുവാ കടന്തല് കുത്തിയതാ. പക്ഷെ അതൊക്കെ ഞാൻ വിട്ട് കളഞ്ഞു. തേനീറ്റുണ്ട ഓടും ഞാൻ. പിന്നെ ഇവിടെ ഒരു അങ്കിളും ഉണ്ടായിരുന്നു. വേണ്ട, ഇതൊക്കെ ഇത് ഞങ്ങളെ ഫാനായിരുന്നു. എങ്കിലും ഫാനില്ലാന്ന് പറഞ്ഞപ്പോൾ വെച്ചതാ. പിന്നെ ഞാനും ഇവിടെ കുറച്ച് പണിയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വിച്ചാദ്യം എടുത്തെന്തുവാ കണ്ടോ, കണ്ട് ഇങ്ങനെയൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കളിക്കുവാണ്. കണ്ടോ കൈ എടുത്ത് കയറ്റുവാണ്. പിന്നെ ഒരു കാര്യം വേണ്ട, ചാനൽ എല്ലാവരും കാണണം. അയക്കുന്നവരില്ലേ അയക്കണം. അയക്കാൻ പറ്റുന്നവർക്കൊക്കെ വേറെ ആൾക്ക് ഷെയർ ചെയ്താലും മതി, കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നാളത്തെ വീഡിയോയ്ക്ക് കാണാം. ടാറ്റാ.